ഈ സിനിമയെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒറ്റ വാക്കിൽ പറയാലോ, ഇതൊരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു നൈസ് മൂവിയാണ്. അതാണ് എനിക്ക് ഒറ്റ വാക്കിൽ ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനുള്ളത്. അതിനപ്പുറത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ ഒന്നാമത്തത് പെർഫോമൻസ് തന്നെയാണ്. ആസിഫ് അലി സുരാജ് വെഞ്ഞാറമൂട് പൊളിച്ചടുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആസിഫ് അലിയുടെ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് എടുത്തു പറയേണ്ടതാണ്. ഇതുവരെ ആസിഫ് അലി ചെയ്യാത്ത ടൈപ്പ് ഒരു ക്യാരക്ടറാണ് ചെയ്തു വെച്ചേക്കുന്നത്. അത് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട്. തുടക്കം തൊട്ട് അവസാനം വരെ ആ ഒരു ക്യാരക്ടർ പിടിച്ചിട്ടുള്ള ആ പരിപാടി ഗംഭീരായിരുന്നു. ഒരിടത്തും നമുക്ക് ആസിഫ് അലിനെ കാണാൻ പറ്റില്ല. ഈവൻ കഴിഞ്ഞ മറ്റേ ലെവൽ ക്രോസിൽ പോലും എനിക്ക് ആസിഫ് അലിയുടെ പെർഫോമൻസിനേക്കാൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഷറഫുദ്ദീൻ്റെ പെർഫോമൻസ് ആണ്. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ ആസിഫ് അലി പൊളിച്ചടുക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ആകെ ഒരു ഏച്ച് കിട്ടിയ പോലെ ഫീൽ ചെയ്തത് ഇതിന് ഇന്റർവെല്ലിലുള്ള ആ ഒരു ഇൻസിഡന്റ് ആണ്. അങ്ങനെ ഒരു ഇൻസിഡന്റ് എനിക്ക് തോന്നുന്നത് ഇന്റർവെല്ലിന് വേണ്ടിയിട്ട് അവിടെ എഴുതി കയറ്റിയതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ ഒരു ഇൻസിഡന്റിന്റെ ഒരാവശ്യവും ഈ സിനിമയ്ക്ക് ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം. പിന്നെ സുരാജ് വെഞ്ഞാറമൂടിന്റെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ അദ്ദേഹം പല സിനിമകളിലും ചെയ്ത് വെച്ചേക്കുന്ന ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. അത് വളരെ കിട്ടുവായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഒരു കൈലും കൊണ്ടും ഒരു പഴയ ഷർട്ടും കഷത്തിലൊരു പ്ലാസ്റ്റിക് കവറും കൂടി വെച്ച് ഉള്ള ആ ഒരു സംഭവം ഇല്ലേ, അത് ആ ഒരു ക്യാരക്ടറാണ് പുള്ളി. പുള്ളി ആ ഒരു കോലത്തിൽ DJ ക്ലബിലൊക്കെ പോകുന്ന കുറച്ച് സീനൊക്കെ ഉണ്ട്. ഗംഭീരമായിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഇതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകണില്ല. അടിപൊളിയായിട്ടുണ്ട്, കിഡുമായിട്ടുണ്ട് ഇവരുടെ പെർഫോമൻസ്. പിന്നെ മ്യൂസിക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ പാട്ടുകൾ കുഴപ്പമില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കേട്ട് കേട്ട് ഇഷ്ടപ്പെടുമായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നത് ജെയ്ക്സ് ബിജോയും, മ്യൂസിക് ചെയ്തേക്കുന്നത് കോബി സുന്ദറും ജെയ്ക്സ് ബിജോയും കൂടിയാണെന്ന് തോന്നുന്നു. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എനിക്കൊരു വീക്ക്നെസ് ഫീൽ ചെയ്തത് ഇതിൻ്റെ ഒരു തിരക്കഥയിലാണ് ഫീൽ ചെയ്തത്. കാരണം ഇതിലുണ്ടാവുന്ന ഇൻസിഡൻസ് ഒന്നും അത്ര ഒരു 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 അത്ര ലെയറുകൾ നമുക്ക് കാണുന്ന രീതിയിലുള്ള ഇൻസിഡൻസ് കാര്യങ്ങളൊന്നും അല്ല ഇടുന്നത്. പ്രത്യേകിച്ച് ഒരു 2 പേര് ഇതുപോലത്തെ കഥാപാത്രങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര ഡെപ്ത് കൊടുത്ത് എഴുതാൻ പറ്റിയ രീതിയിലുള്ള കഥാപാത്രങ്ങളാണ്. എനിക്ക് ഇങ്ങനത്തെയൊക്കെ സിനിമ കാണുമ്പോൾ സച്ചിനെ പെട്ടെന്ന് ഓർമ്മ വരും. അദ്ദേഹത്തിന്റെ പല സിനിമകളിലും അയ്യപ്പൻ കോശിയിലാണെങ്കിലും ആ ഒരു കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ലെയറുകളുണ്ട്. അത്രയും സട്ടിലായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും കഥാപാത്രങ്ങളിൽ നിന്ന്. ഇതിൽ വളരെ ആ ലെയറുകൾ ഭയങ്കര പ്ലെയിൻ ആയിട്ട് പോയി എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് മോശമെന്നല്ല, കുറച്ചും കൂടി അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആസ്വാദനം കുറച്ചും കൂടി ഹൈ ആക്കാലോ എന്നോർത്തിട്ട് പറഞ്ഞതേ ഉള്ളൂ. അത് ഇതിൽ മോശമൊന്നും ഒന്നല്ല കേട്ടോ പറഞ്ഞേ. പിന്നെ പറയാനുള്ളത് ഇത്രയൊക്കെയാണ് ഈ സിനിമയുടെ പോസിറ്റീവ് എന്ന് പറയാനായിട്ട്. നെഗറ്റീവ് എന്ന് പറയാനായിട്ട് ഈ സിനിമയുടെ ദൈർഘ്യം തന്നെയാണ്. 2.5 മണിക്കൂറിന് മേളിലുണ്ട് പടം. അത് നല്ല രീതിയിൽ വലിച്ചിലുണ്ട്. അതൊന്ന് ട്രിം ചെയ്യായിരുന്നു എന്ന് എനിക്ക്, അതും എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമായിരുന്നു. ഒരു 2.25 മണിക്കൂറൊക്കെ മാക്സിമം കാണിക്കേണ്ട സംഭവം ഈ സിനിമയിലേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ മൈക്കും വെച്ചോണ്ടിരുന്ന കഥ പറയാം. ഇതിന്റെ സംവിധായകൻ അദ്ദേഹത്തിന്റെ ഒരു വിഷൻ ഉണ്ടാവുമല്ലോ, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടത്, എന്തൊക്കെയാണ് വേണ്ടാത്തത് എന്നൊക്കെയുള്ള ഒരു സംഭവത്തിൽ ഒരുപാട് കട്ട് ചെയ്തായിരിക്കും ഇവിടം വരെ എത്തിയത്. പക്ഷെ എന്നാലും ഇതിൽ കുറെ അധികം സീൻസ് ഒക്കെ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ആ പോലീസ് സ്റ്റേഷൻ സീൻസ്, പോലീസ് ചേസിങ് സീൻസ്, അങ്ങനെയുള്ള കുറെ അധികം സീൻസ് ഒഴിവാക്കിയാണ്. പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും തരാത്ത കുറെ അധികം സീൻസ് ഈ സിനിമയിലുണ്ട്. നമുക്ക് തന്നെ വെറുതെ എന്തിനാണ് ഇങ്ങനെ കുറെ സീൻസ് കാണിച്ചേ എന്ന് തോന്നുന്ന രീതിയിലുള്ള കുറെ അധികം സീൻസ് സിനിമയിലുണ്ട്. അതൊക്കെയാണ് ഈ സിനിമേനെ ഒരു വൺ ടൈം വാച്ചബിൾ ആക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കൊന്ന് കണ്ടിരിക്കാൻ പറ്റിയൊരു വൈബ് പടം ആയേനെ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫീല്. ഈ സിനിമേനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് തിരക്കഥയിൽ കിഡിലൻ മേക്കിങ്ങും അതിനേക്കാൾ കിഡിലൻ പെർഫോമൻസ് കൊണ്ട് പൊക്കിയെടുത്തേക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമേനെ മൊത്തത്തിൽ ഫീൽ ചെയ്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ ഈ സിനിമയെ കുറിച്ചിട്ട് എനിക്ക് പറയാനായിട്ട്. എനിവേ ഇത്രയൊക്കെ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്.